1930 മാർച്ച് 12-ന് 78 പ്രതിനിധികളോട് കൂടിയാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി പുറപ്പെട്ടത്. ഗുജറാത്തിലെ ഗ്രാമങ്ങളിലൂടെ 240 മൈൽ സഞ്ചരിച്ചു. 1930 ഏപ്രിൽ 5-ന് ഗാന്ധി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഏപ്രിൽ 6-ന് അദ്ദേഹം ഉപ്പു നിയമം ലംഘിച്ചു. ഇതിൻ്റെ പ്രതീകമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പു നിയമം ലംഘിച്ചു. കേരളത്തിലെ പയ്യന്നൂരിൽ കെ കേളപ്പനും തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ സി രാജഗോപാലാചാരിയുടെയും നേതൃത്വം നൽകി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഉപ്പു നിയമലംഘനത്തിനു പുറമെ വിദേശ വസ്തു ബഹിഷ്കരണം, നികുതി നിഷേധ സമരം, കോടതികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ബഹിഷ്കരണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ രാജിവെക്കുക എന്നിവയും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ദണ്ഡി മാർച്ച്. 1930 മാർച്ച് 12-ന് ആരംഭിച്ച് ഏപ്രിൽ 5-ന് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 78 പ്രതിനിധികളാണ് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് 78 പ്രതിനിധികൾ.